ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 2025 ആണ്ടിൻ്റെ 300-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. അതിനായി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം 27-ാം വാക്യം. എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. ക്രിസ്തു സഭയെ ഒരു മാർഗമായിട്ട് കാണാനായിരുന്നു ആദിമസഭ ശ്രമിച്ചത്. വഴികൾ നമ്മെ ആത്യന്തികമായി ഒരിടത്തേക്ക് എത്തിക്കുന്നു. അതിനാൽ നമ്മുടെ യാത്രകൾ ദീർഘിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പാതകൾ സഞ്ചരിക്കുവാനുള്ളതാണ്. വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിലേക്കുള്ള യാത്രയായിരിക്കണം ഓരോ ജീവിതവും. ഇവിടെ സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ ഇത്തരമൊരു യാത്രയിലാണ് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനെ കാണുവാനിടയായത്. ഷണ്ഡന്മാർ ആരാണ് എന്ന് നേരത്തെ നാം മനസ്സിലാക്കിയതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എത്യോപ്യയിലെ ഷണ്ഡൻ്റെ ജീവിതത്തിലെ 2 പ്രത്യേകതകളെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട് ദൈവവചനത്തോടുള്ള താല്പര്യം അദ്ദേഹത്തിലുണ്ടായിരുന്നു. പുതിയ ഇസ്രായേലിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യേയുള്ള ഗസ്സ എന്ന തുണ്ടുഭൂമി സംതൃപ്തിയുടെ ഒരു സ്ഥാനമായിരുന്നു. ആ നഗരത്തിൻ്റെ ഏകദേശം ഭാഗവും മരുഭൂമിയായിരുന്നു. എന്നാൽ ഇവർ യാത്ര ചെയ്ത വഴി മരുഭൂമി ആയിരുന്നില്ല. ഇന്നത്തെ സുഡാൻ ആയ നൈൽ പ്രദേശത്തെ ഒരു ഭാഗമായിരുന്നു എത്യോപ്യ. എന്നാൽ കന്ദക്ക എന്നത് ഒരു പേരല്ലായിരുന്നു, മറിച്ച് ഒരു രാജകീയ ബഹുമതി ആയിരുന്നു. ഇവിടെ എത്യോപ്യനും യഹൂദ മത അനുസാരിയുമായ ആ ഉദ്യോഗസ്ഥൻ യെരുശലേമിൽ നിന്നും മടങ്ങുന്ന വഴിയിലാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹം അത് കയ്യിൽ കരുതിയിരുന്നതാകാം, അല്ല എങ്കിൽ യെരുശലേമിൽ നിന്ന് ആ പുസ്തകം വാങ്ങിയതാകാം. എന്നാൽ തനിക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും വീട്ടിൽ എത്തിയിട്ട് വായിക്കാമെന്നോ പിന്നെ വായിക്കാമെന്നോ കരുതി അത് അദ്ദേഹം മാറ്റിവെക്കുന്നില്ല. അങ്ങനെ ദൈവവചനത്തോടുള്ള താല്പര്യം, അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിക്കുന്നു. യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഫിലിപ്പോസ് അത് വ്യാഖ്യാനിച്ച് നൽകുകയാണ് അവിടെ ചെയ്യുന്നത്. കാലികമായി സുവിശേഷം വ്യാഖ്യാനിക്കുവാൻ സുവിശേഷകരും എപ്പോഴും സന്നദ്ധരാകണം. ഇത്തരത്തിൽ ദൈവവചനം ക്രമമായി വായിക്കുവാനും ധ്യാനിക്കുവാനും തയ്യാറായാൽ അതിൻ്റെ അനുഗ്രഹം ദൈവം നമുക്ക് നൽകും. അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിലും ദൈവവചനത്തോട് താല്പര്യവും വാഞ്ചയും ഉള്ള വ്യക്തിയായിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട് പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള താല്പര്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. തിരുവചനം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുവാൻ ആ ഉദ്യോഗസ്ഥന് സാധിക്കുന്നു. ദൈവവചനം അദ്ദേഹത്തെ ആഴമായ വിശ്വാസത്തിലേക്കും യഥാർത്ഥമായ അനുതാപത്തിലേക്കും നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ വിശുദ്ധ സ്നാപനം എന്ന ശുശ്രൂഷ നടക്കുകയും അതിലൂടെ ഷണ്ഡൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ആഗ്രഹിക്കുന്നത് മനസ്സിന് അന്തരവും ആനന്ദവും ഉണ്ടായവൻ സ്വഭവനത്തിലേക്ക് പോകണം എന്നാണല്ലോ. അതിനെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അദ്ദേഹം സ്വന്തം ഭവനത്തിലേക്ക് യാത്രയാകുന്നു. എന്നാൽ ഫിലിപ്പോസ് ആകട്ടെ തേരിൽ സുഗമമായ യാത്രയ്ക്കായിട്ട് അല്ല ഒരുങ്ങുന്നത്. ആത്മാവായ വഴികാട്ടി അദ്ദേഹത്തെ വഹിച്ചു കൊണ്ടുപോകുന്നു. പ്രിയ ദൈവജനമേ, നമ്മുടെയും ജീവിതമാകുന്ന ഈ യാത്രയിൽ ദൈവവചനത്തിന് പ്രാധാന്യം നൽകുക. അത് നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മിൽ ബോധ്യം വരുത്തുകയും പുതുജീവിതത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ആത്മാവാം വഴികാട്ടി നമ്മെ നയിക്കുന്ന ഇടത്തിലേക്ക് യാത്ര ചെയ്യുവാൻ നാം ഒരുക്കമുള്ളവരാണോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദൈവവചന പഠനത്തിലൂടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ആത്മാവായ വഴികാട്ടി നയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.